എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനുണ്ടല്ലോ നേരത്തെ കുളിച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മുഖത്തെല്ലാം മെഴുക്കിലൊക്കെ നോക്കട്ടോ. ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞു ട്രിപ്പ് എന്ന് പറയാൻ ഒരൊറ്റ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കറങ്ങി നടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് 11:40 ഗിരിയിലാണ് കേട്ടോ. ഇന്നലെ എന്താ പറയുക, ആ ട്രെയിൻ. അപ്പം ബാക്കി ഇനി വഴിയേ ഓരോ വിശേഷങ്ങളും ഞാൻ പറയാം കേട്ടോ. ട്രെയിനിലുള്ള യാത്രയിച്ച് അവിടുത്തെ സ്റ്റേ ആണ് എനിക്ക് കാണിച്ചു തരേണ്ട ഐറ്റം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് രാവിലെ ട്രെയിന് എറണാകുളം ടൗണിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ മെട്രോ പിടിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ മറന്നു. അങ്ങനെ നേരെ അത് തിരിച്ചു പോയി എടുത്ത് പിന്നെ നമ്മൾ മെട്രോ പിടിച്ച് സ്റ്റേഷനിലേക്ക് എത്താൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ട്രെയിനാണ് കേട്ടോ ഈ ഗരീബ്. അതുപോലെ തന്നെ അതിൻ്റെ സീറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു ലാവൻഡർ ഷെയ്ഡ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. പിന്നെന്താ പറയുക, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിൽ പാൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം. ഈ ട്രെയിനിന് ഉണ്ടാക്കിയിരിക്കുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്. ഈ ഒരു വീഡിയോയിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അഭിജിത്ത് ഭക്തനാണ്. അഭിജിത്ത് ഭക്തൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുമല്ലോ ഈ കോച്ച് ഉണ്ടാക്കിയത് ഇങ്ങനെ സ്ഥലത്ത് വെച്ചിട്ടാണെന്ന്. അപ്പോൾ അതാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ ഡോറ് കുറച്ച് ലിമിറ്റ്സാണ്, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഞങ്ങളുണ്ടല്ലോ ഈ ട്രെയിനിൻ്റെ ഡോറിൻ്റെ സൈഡിലൊരു സീറ്റ് ഉണ്ടാവുമല്ലോ, ട്രെയിനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സീറ്റ്. അവിടെ നമ്മൾ വന്നിരുന്നിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി വിടുകയായിരുന്നിട്ട് ഞങ്ങൾ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ ഇത്. നമ്മൾ ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ 4 കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. കാരണം ട്രെയിനിൽ നമുക്ക് പാൻട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം വിൽക്കാൻ ആരും വരുന്നില്ലായിരുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഷൊർണൂർ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ നമ്മൾ ജീവണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഒരു ഷോപ്പും നമ്മൾ കാണുന്നോർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ചിൽപ്പുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉറക്കം പറയാനോ. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഡേ നമ്മളെല്ലാരും ഫ്രഷായി. എന്താ കഴിച്ചത്? ബ്രെഡ് ഓംലേറ്റും ഞാനൊരു ഇഡ്ഡലിയും ചട്നിയും കഴിച്ചായിരുന്നു. നമ്മള് പനവേലെത്തിയിട്ട് കാണാം. ഞാനുണ്ടല്ലോ
ഈ ലിപ്സ്റ്റിക്ക് ഇന്നലെ മോർണിംഗ് ഇട്ടതാണ്ടോ, ഇന്ന് വരെ ഇതിൻ്റെ ഈ ഉള്ളുഭാഗം മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ലിപ്സ്റ്റിക്ക് ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് ഉണ്ടോ, സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്, അതിൻ്റെ കോഡ് ഞാൻ നോക്കിയിട്ട് പിന്നീട് ഞാൻ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ 1:10 1:30 ആകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ വീണ്ടും എല്ലാവരും കിടന്നു. നമ്മളിപ്പോൾ ചിപ്ലൂണൊക്കെ കഴിഞ്ഞു. പിന്നെ ഏതോ അടുത്ത സ്റ്റോപ്പ് കാണിച്ചെങ്കിൽ അത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ നല്ല കൂർക്കം വലിയൊക്കെ തൊട്ടപ്പുറത്തുള്ള ഇടയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. സെറ്റ് ക്ലൈമറ്റാണ്. കുറേ നേരം നമ്മൾ പുറത്തൊക്കെ പോയി വന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇനി ബാക്കി പിന്നെ ഞാൻ എഴുന്നേക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഡേ നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ കുറേ ടൈം ക്യാമറ ഓഫ് ചെയ്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയുക, നമ്മളെ എൻജോയ്മെൻറ്റ് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഫോണൊന്നും എടുക്കാണ്ട് നമ്മൾ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ 1:30 ആകുമ്പോൾ പനവേലെത്തിയിട്ടോ. പനവേലെത്തി നമ്മൾ അവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുക്കാനുള്ള ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുകയായിരുന്നു. ഒരാൾക്ക് എന്തോ 20 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പുറത്ത് വന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മിനിറ്റിന് കൂടുമ്പോൾ എന്താ പറയുക, ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല ക്രൗഡുമാണ്. ഓരോ ട്രെയിൻ പോകുമ്പോഴും നല്ല ക്രൗഡാണ്. പിന്നെ അടുത്ത ട്രെയിൻ വരുമ്പോൾ അതിലേറെ ക്രൗഡാണ്. ഞാൻ വിചാരിക്കും ഈ ആൾക്കാരൊക്കെ എവിടുന്ന ഇത്രയും ആൾക്കാർ ഈ സമയത്തൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേ ഫുൾ ടൈം ക്രൗഡാണ് കേട്ടോ, ഭയങ്കര ക്രൗഡാണ്. ഫുൾ ടൈം ഭയങ്കര ക്രൗഡാണ് ഈ ഒരു ഏരിയയിലൊക്കെ. നമ്മൾ ലോക്കൽ ട്രെയിനിൽ കയറിയില്ല കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, ഇന്ന് പോയ പോലെയല്ല, അത്യാവശ്യം തിരക്കുണ്ട്. बारी वाला भी है, स्टाफ वाला भी है, बोलो बोलो 3:30 में നമ്മൾ ധാരാവി എത്തി. ധാരാവി ആ ധാരാവേദ ഇംഗ്ലീഷിൽ എഴുതുന്നത് അത് നമുക്ക് പനവേലിൽ നിന്ന് CSMT വരെ ഒരു 46 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 1 hour പിടിക്കും നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലോക്കൽ ട്രെയിനിൽ കയറി. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ലോക്കൽ ട്രെയിനിലെ ജേർണി എന്ന് പറയുന്നത്. മുംബൈ വന്നാൽ മസ്റ്റായിട്ട് നമ്മൾ ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ട്രെയിൻ ജേർണി മിസ്സാക്കാതെ തന്നെ പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഒരുപാട് മൂവീസിലെ സീൻസ് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. നല്ല രസമുള്ളൊരു സംഭവമാണല്ലോ. ഒരുപാട് മൂവീസിൽ ഈ ഒരു ട്രെയിനും ഈ ഒരു ട്രെയിനിലെ യാത്രയൊക്കെ, അതായത് മുംബൈയിലെ യാത്രയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ അതിങ്ങനെ ഓർമ്മ വരുന്നു ഓരോന്ന്. സ്റ്റേഷനോട് അടുത്ത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉള്ളു. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 3:45 നമ്മൾ CSMTയിലേക്ക് എത്തും. നല്ല രസമാണ്. ഓക്കെ കൺമണി ഒരാദ്യം വേണമായിരുന്നു ഇവിടെ. ഇപ്പോൾ തിരക്ക് ഒഴിഞ്ഞു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ.
പുറത്ത് എന്താ മറ്റേ ഡോറെന്നൊക്കെ പറയുന്നത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. നമ്മളിങ്ങനെ ഇവിടെ സീറ്റിലിരിക്കുന്ന സൂപ്പർ ജേണി. നമ്മുടേത് പനവേലിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സ്റ്റേഷനാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും ട്രെയിനൊക്കെ ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ക്യാമറ ടീമൊക്കെ ആയിട്ട്. അവരെന്തോ ഫോട്ടോഷൂട്ട് എന്തോ കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം അത് കണ്ടിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാരൊന്നും അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറയും ഒക്കെ പിടിച്ച് ഇതുപോലെ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ നോക്കി സംഭവം നോക്കി ഉറപ്പിക്കില്ല. അങ്ങനത്തെ സ്വഭാവമൊന്നും ഇവിടെ ഇല്ല. അല്ലേ ഒരു മണി ബാഗ് തുടക്കൊണ്ടേ വേണ്ട, ആൾക്കാർക്ക് എവിടുന്ന് ഈ 2 ഷോപ്പുകളില്ലേ വേണ്ട. ഞാൻ എപ്പോഴും KSRTC വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. മെയിൻ്റെനൻസ് യാർഡ് കണ്ടോ മോനു? റെയിൽവേയുടെ അങ്ങോട്ട് പോയിക്കേ വേണ്ടേ മോനു? ഓ CSMD. അടുത്തത് മസ്ജിദ്. അടുത്തത് മസ്ജിദ്, അത് കഴിഞ്ഞാൽ CSMD. അങ്ങനെ നമ്മൾ CSMTയിൽ എത്തി കേട്ടോ. ഇനി നമുക്ക് കോഡിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കോഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ നടക്കുകയാണ്. നല്ല അടിപൊളി സ്റ്റേഷനാണ്. ഈ ഒരു സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ കേട്ടല്ലോ, എൻ്റെ അമ്മോ എന്ത് ഭംഗിയാണെന്ന് പറയാം. ഒരു കൊട്ടാരം വൈബാണ്. അവിടുത്തെ ഓരോ ഫാനിൻ്റെ ലീഫൊക്കെ കാണണം, യമണ്ടൻ ലീഫൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. പറയുമ്പോൾ എത്ര ആൾക്കാർ ഡെയിലി, എന്തോരം ക്രൗഡാണ്, അത്ര കണ്ട ആൾക്കാരുണ്ട്. എന്നിട്ടും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗം ഉണ്ടല്ലോ, അത് കാണാനാണ് കിടിലൻ ഒരു സംഭവമാണത്. ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് കാണാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മൾ പോഡ് ബുക്ക് ചെയ്തോടത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ സ്റ്റേഷനുള്ളിൽ തന്നെയാണ് നമ്മൾ പോഡ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ 5 മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ള ടൈം, പക്ഷേ ഇപ്പോൾ 4 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. കാരണം ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബോർഡിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ബോർഡിൻ്റെ സ്ഥലം. CSMT സ്റ്റേഷൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ പോഡിൻ്റെ ഫെസിലിറ്റി വരുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വേണം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും സേഫായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഇടം ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു പോഡിൻ്റെ സർവീസ് തന്നെയാണ് കേട്ടോ. നല്ല ഫെസിലിറ്റീസും ആണ് അവരുടെ. നമ്മൾ ബുക്ക് ചെയ്ത പോഡ് 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ നാളെ പുലർച്ചെ 5 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വെച്ചെങ്കിൽ 1 പേഴ്സൺ 200 per ആണ്. അപ്പോൾ നമ്മൾ 200 ആകുമ്പോൾ 4 ആൾക്ക് 700 രൂപയാവും. അപ്പോൾ അതിലും വേദം ഒരു കോഡ് 12 hours ബുക്ക് ചെയ്ത് 1500 സംതിങ് ആവും. അപ്പോൾ നഷ്ടമായി തോന്നിയതുകൊണ്ട് ഞങ്ങൾ നാളെ തന്നെ 5 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ കോഡ് നമുക്കൊരു 6 hours എക്സ്റ്റെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ 4 മണിക്ക് നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ 5 മണിക്കാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേഷനിൽ CSMT സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അടിപൊളി സ്റ്റേഷൻ. എന്താ ഇതിന് 1300 ആയിരുന്നോ? ഞങ്ങൾക്ക് വില കുറവായിരുന്നു. അപ്പറിനല്ലേ നമുക്ക് 1300 ആണ്.
സോ നമ്മളുണ്ടല്ലോ റൂം ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്ത് റൂം എന്ന് പറയുന്നത് നമുക്ക് 39, അവർക്ക് 36 ആണ്. 30 നമ്മളെ ഡബിൾ ഓവർ ബെഡ് നമ്മൾ ബുക്ക് ചെയ്തത് പോട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡും കാര്യങ്ങളും വരുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു മിറർ വരുന്നുണ്ട്, ഒരു ടേബിൾ മേറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 പേർക്ക് കിടക്കാൻ പറ്റിയ സെറ്റ് AC റൂം. ഇതാണ് നമ്മുടെ ഡബിൾ ഓവർ ബെഡ്. പിന്നെ നമ്മൾ ലോക്ക് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാം. പിന്നെ ഇവരുടെ റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഡബിൾ ബെഡ് എടുത്താൽ മതിയായിരുന്നല്ലേ? നമുക്കും നേരി എടുത്താൽ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ ഡബിൾ അപ്പർ ബെഡ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലേ? കൊള്ളാടാ ശരിക്കും. നമ്മുടെ ബാത്റൂം നോക്കാം. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ്. ഇവിടെ വാഷ്റൂം, ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇത് ജെൻസിൻ്റെ വാഷും. ഇവിടെയൊക്കെയാണ് നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അടിപൊളിയായിരുന്നു. ഇവിടെ നിറയെ പോടാണ് കേട്ടോ, സിംഗിൾ പോടൊക്കെ. പ്രൈവസി എല്ലാവർക്കും ഒക്കെയാണല്ലോ. അങ്ങനെ നമ്മൾ വേഗം കുളിച്ച് റെഡി ആയിട്ട് എല്ലാവരും പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രണ്ട് വശം. നല്ല രസമില്ലേ കാണാൻ, ഒരു പാലസ് പോലെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ മുംബൈയിലെ എല്ലാ ബിൽഡിങ്സും ഒരു പാലസ് ലുക്കാണ് കേട്ടോ. നല്ല രസമാണ്. ഇതാണ്ട് ഡബിൾ ഡെക്കർ ബസ്സൊക്കെ. ഇതൊക്കെ മുംബൈയിൽ വന്ന നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഓവറാക്കി പറഞ്ഞതാണ്. ആ ഒരു വലിയ ഗ്രൗണ്ട് തുടങ്ങി അവിടെ നിന്ന് അങ്ങ് മൊത്തം ഷോപ്പിങ്ങിന് പറ്റിയ സ്ട്രീറ്റാണ് കേട്ടോ. കിഡിലൻ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ രാത്രി ഉണ്ടല്ലോ മറൈൻ ഡ്രൈവിൽ പോകണ്ടോ, ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ. ഞാൻ ഫുൾ ടൈം ഫോണിൽ. ടൂർ ഗൈഡ് പോലെ അഖിലിങ്ങനെ ഫ്രണ്ടിൽ നമ്മളെ ഗൈഡ് ചെയ്ത് നടക്കുന്നു. സത്തോ
അതിന് കുറേ എണ്ണം പറയും. വ്യാഴാഴ്ച രാവിലെ വന്നിട്ടേ കുഞ്ഞുകൂടെ തേക്കാൻ കൊണ്ട് നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ വർക്ക് ഫുള്ള് നടന്നല്ലേ. തേരാപ്പാര നടക്കാണ്. നമ്മുടെ ഗൈഡ് അഖില് ചെറിയ വീട് അതാ അത് കൂടെ നടക്കുന്നത്. നമ്മൾ ഒരുപാട് പാടുപെട്ട സാധനമാണ്. സാധാരണ ആളുകൾക്ക് ഇടിച്ചു പൊളിച്ച് വീട് എങ്ങനെ ചെയ്തെടുക്കുന്നുള്ളതാണ് സാധാരണ ആളുകൾ. ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിവാലിയുടെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ പൂക്കൾ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടീനെ കാണിക്കുന്നില്ല. കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവരിങ്ങനെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വിൽക്കാൻ നടക്കുക. അപ്പോൾ നമുക്ക് പാവം തോന്നും. ഇവിടെ നിറയെ ഇങ്ങനെ പിള്ളേരേനെ, പക്ഷെ അവർ വാങ്ങുന്നില്ല. പൈസ കൊടുത്തോ? അതിൽ വാങ്ങിയില്ല. സംസാരം നോക്കിയ കഷ്ടം. ഞാൻ ഇപ്പൊ വീട്ടിലങ്ങനെ ഞാൻ അടുത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ പറ്റുമോ? ഞാൻ വളർത്തിക്കോളാന്ന് പറഞ്ഞ. അയ്യോ नहीं हो होम नहीं केरला से आया हूँ. സംസാരം നോക്കി സംസാരം ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. കൊടുത്തില്ലേ? ആ കൊടുത്തു. ആ കൊച്ചിനെ നമ്മള് ക്യാഷ് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അവള് ക്യാഷ് മാത്രമായിട്ട് വാങ്ങുന്നില്ല, അവൾക്ക് ഫ്ലവേഴ്സും എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമുക്ക് ഫ്ലവേഴ്സ് എടുക്കാൻ സ്വത്തും നയിക്ക ഫ്ലവേഴ്സ് എടുക്കാൻ നമുക്ക് റൂം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ വീടല്ലല്ലോ. അപ്പം നമ്മൾ ഫ്ലവർ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഫ്ലവർ വേണ്ട ക്യാഷ് കൊടുത്തപ്പോൾ അവൾ വാങ്ങുന്നില്ല. പിന്നെ കുറേ നിർബന്ധിച്ച് കൈ പിടിപ്പിച്ചതാണ് കേട്ടോ. ഞങ്ങളൊക്കെ ആഡ് ചെയ്യും. നമ്മള് മറൈൻഡ്രയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ നമ്മളവിടെ പെട്ടെന്ന് വിചാരിച്ചു നമ്മള് മറൈൻ ഡ്രൈവിൽ എത്തി കേട്ടോ. അടിയിൽ കയറല്ലോ. അല്ലെങ്കിൽ ബാക്കിലോട്ട് നോക്കാം. പുറകോട്ട് പോകുന്നു. വിളിക്കണേ രാവിലെ അടിപൊളിയാ. വൈകി കിട്ടാത്തല്ലോ. കിട്ടും ആൾക്കാരുണ്ടായിരുന്നു അന്ന്. ബാഗില് ക്രാബിൽ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തി. ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് നമ്മൾ ഇരിക്കണം. ഇവിടെ നിറയെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. സോക്കെ ഭയ്യ. ഏതോ ഹിന്ദിക്കാരൻ നമ്മളെ അറിയാണ്ട് പാസ് ചെയ്ത് പോയി ക്യാമറയിൽ. അപ്പം ജസ്റ്റ് ആളെ സോറി പറഞ്ഞിട്ടാണ് കേട്ടോ.
ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമാണ് നമ്മൾ മുംബൈ വരുന്നതെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. കാരണം ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മുടെ ഇവിടെ 2020 മാച്ച് ഏതോ നടക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സ്വത്ത് അനങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി കുറച്ച് ക്വാളിറ്റി ടൈം ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്ത് നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്യാം. നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. അനകടെ വീഡിയോ എടുത്തു കൊടുക്കാം. എല്ലാരും ഫോട്ടോ എടുക്കാൻ നോക്കി നോക്ക്. സോ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങി ഇനിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോകണം. ഇനി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളെയാണ് നമ്മൾ ഫുൾ കറങ്ങി നടക്കാൻ പോകുന്നത്. ഇവിടെ ബസ്സൊക്കെ കാണുന്ന രസമുണ്ട്. ഇവർ മറ്റേ ബേൽപൂരിയോ ആ സംഭവം മിച്ചറും പൊരിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഫോട്ടോ ഫോട്ടോ മൊത്തം കിട്ടുന്നില്ല. മുനിസിപ്പാലിറ്റി ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേഷൻ ഛത്രപതി ശിവജി ആളാ കഴിവാണ് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ പറയാൻ എനിക്കറിയാൻ പാടില്ല. അത് രസമുണ്ട് കാണാൻ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് ഈ കാണുന്നത്. ഉണ്ടോ നമ്മളെ ഫ്രണ്ടിലൊരു സാധനം, അത് ദീപാവലിക്ക് കത്തിച്ചു വിടാളാ തോന്നുന്നത്. ഇപ്പം ഉണ്ടല്ലോ എൻ്റെ ഫോണിൻ്റെ ചാർജ് വളരെ കുറഞ്ഞ ലോ ബാറ്ററി, ബിലോ 20 ആയിരിക്കുകയാണ് കേട്ടോ. ആകെ നടന്ന് ക്ഷീണിച്ചു. ഇനി എന്തെങ്കിലും കഴിച്ച് നമുക്ക് റൂമിൽ പോയി കിടന്നുറങ്ങണം. 5 മണിയാകുമ്പോഴത്തേനും എഴുന്നേക്കണം. ചെക്കൗട്ട് 5 മണിക്കാണ്. നമുക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എന്തെങ്കിലും ഒരു ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങണം. നമ്മൾ ഫുഡ് വാങ്ങിയത് ഇവിടുന്നാണ് കേട്ടോ. എല്ലാവർക്കും നടന്ന് വയ്യാണ്ടയായി. എനിക്കും വയ്യ. സ്വന്തം അവിടെയൊക്കെ നടന്ന് ഓരോന്ന് ചെയ്യും.